മത്തിയ മോളെ ഒന്ന് കിട്ടിയേ. മത്തിയ എന്താ മത്തിക്കുള്ള വില? എങ്ങനെയുണ്ട് വില? 300 രൂപ മത്തിക്കോ? മമ്മി അരക്കില്ലാണ് വാങ്ങിയുള്ളൂ കേട്ടോ. പരിഞ്ഞീനൊക്കെ ഉണ്ടല്ലോ. പരിഞ്ഞിള മത്തിയപ്പോ മഴക്കാലല്ലേ, നല്ല മഴയും തോരാ മഴയും. ഈ മഴയ്ക്ക് പിന്നെ മീൻ വില കൂടാതിരിക്കുമോ? കടലിൽ പോവാൻ ബുദ്ധിമുട്ടൊക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു 300 രൂപ ഒക്കെ മത്തിക്ക്. എന്നാലും വലിയ പരിഞ്ഞിള കാരണം അരക്കിലോ വാങ്ങി. നല്ല മത്തി എന്തായാലും, നല്ല പരിഞ്ഞിള മത്തിയാട്ടാ. അക്കുമോൾക്ക് ഇഷ്ടമല്ല പരിഞ്ഞി, പപ്പയ്ക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പരിഞ്ഞി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കഴിക്കാം. പിന്നെ സാധനങ്ങൾക്ക് അതുപോലെ ഇങ്ങനല്ലേ, എല്ലാ സാധനങ്ങൾക്കും നല്ല വിലയാണ്. വെളിച്ചെണ്ണയൊക്കെ കിലോന് 500 രൂപയ്ക്ക് ആയി തുടങ്ങി. 500 രൂപയാണ് കിലോന്. ഓണം നമുക്ക് 600 പറയണേ. ഭർത്താവേ ഇങ്ങനെയൊക്കെ സാധനങ്ങൾ മേടിക്കുക സാറില്ല, എങ്ങനെയൊക്കെ മേടിക്കാം. മാവേലി സ്റ്റോർ ഉണ്ടല്ലോ, അവിടെയൊക്കെ വില കുറവിൽ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. വെളിച്ചെണ്ണ കിലോന് 350 രൂപയ്ക്കൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ അറിയില്ല, ആ സമയമാകുമ്പോൾ ഈ കറി വയ്ക്കാനാ. കറി വെച്ചത് ഇരിക്കുന്നുണ്ട്, ഇന്നലത്തെ കറി ഇരിക്കുന്നുണ്ട്. ഇന്നലെ അതുപോലെ മമ്മി അരക്കിലോ മത്തി ഇന്നലെ മേടിച്ചു. നോക്കട്ടെ, അവിടെ ഇരിക്കുന്നുണ്ട് ഇന്നലത്തെ കറി. ഇന്നലത്തെ കറി അവിടെ ഇരിക്കുന്നുണ്ട്, മത്തിക്കറി. അപ്പം ഇന്ന് മേടിച്ചത് വറക്കാം നമുക്ക്. ഇന്നലത്തെ കറി 260 മത്തിക്ക്, ഇന്ന് 300. അത് ചിലവരയിൽ 300 ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ. ഇന്നലെ പപ്പ ആരോടെ വേറെ ആളോട് ചോദിച്ചപ്പോൾ 300 പറഞ്ഞത്. അപ്പോൾ ഇന്നലെ 660, ഇന്ന് 300 മത്തിയാണ്. സാറിന് ഇപ്പത്തെ മത്തിക്ക് രസം കേട്ടാ. അറിയില്ല മനുഷ്യന്മാരനെ. നീ കണ്ടിട്ടെ കല്ലിപ്പും കുറച്ച് നേരത്തെ പുളി ചണ്ടി ഇരിക്കുന്നുണ്ട്. ആ ചണ്ടിയും കല്ലിപ്പൊക്കെ ഇട്ടിട്ട് കുറച്ചിട്ട് ഏതായാലും സ്റ്റീലിൻ്റെ ചട്ടിയല്ലേ, അപ്പോൾ പുളിയുടെ ചണ്ടി ഉണ്ടാവുമ്പോൾ മമ്മി അത് ഇടും. കല്ലിപ്പും പുളിയുടെ ചണ്ടിയും കൂടിയിട്ട് അരച്ചാൽ മീൻ നല്ല വൃത്തിയാവുള്ളൂ. പണ്ടത്തെ പോലെ മഞ്ചട്ടൊന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ. സ്റ്റീൽ ചട്ടി ഉണ്ട്. മഞ്ചട്ടി ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടണം തന്നെയാണ്. അപ്പോൾ കല്ലിപ്പും പുളിയും കൂടിയിട്ട് അരച്ചാൽ നല്ല വൃത്തിയായി. ഇപ്പോൾ ഇത് മഞ്ഞപ്പൊടി ഇടാറുണ്ട്, മറന്നു. മീനിലൊക്കെ അങ്ങനെ വിഷാംശം ഉണ്ടെന്നൊക്കെ വലിയ പറഞ്ഞായിരുന്നു. പുളിയും ഇട്ടാൽ നല്ല വൃത്തിയാവും. പുളിയും കല്ലുപ്പൊക്കെ ഇട്ടാൽ 4-5 പ്രാവശ്യം കഴുകിയ 4 പ്രാവശ്യം കഴുകണം, വെള്ളം കളഞ്ഞിട്ട്. ആ പുളിയുടെ ചണ്ടി അവിടെ ഇട്ട് വയ്ക്കും. കല്ലുപ്പും പുളിയുടെ ചണ്ടി കൂട്ടിയിട്ട് പിറ്റേ ദിവസം അതുപോലെ മീൻ വലിക്കും കുറയ്ക്കാലോ. ഇന്ന് ഇതുപോലെ പുളി പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചണ്ടി വീണ്ടും എടുത്ത് വയ്ക്കും. എന്നിട്ട് പിന്നെ ആ പിറ്റേ ദിവസം മീൻ കഴുകുമ്പോൾ ആ പുളി ചണ്ടിയും കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഉരയ്ക്കും. പിന്നെ ഇതുപോലെ കൂട്ടാൻ വയ്ക്കുമ്പോൾ അതുപോലെ പുളിയുടെ ചണ്ടി ഇട്ട് വയ്ക്കും. അങ്ങനെ നമ്മൾ ചെയ്യാം. ഇനി എന്താ വേറെ കൂട്ടാൻ? മത്തി വറുത്തത് മാത്രമേ ഉള്ളൂ? നേരത്തെ മത്തി കൂട്ടാൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? മത്തി കൂട്ടാണ്ട് നേരത്തെ. പിന്നെ ഇത് വറുക്കുക, പരിപ്പും കായും കൂടിയിട്ടൊരു പരിശീലി വയ്ക്കാം. ഞാൻ നേരത്തെ വിളിച്ചില്ല ഞങ്ങളെ. എന്താ വരാഞ്ഞേ? വിളിച്ചിട്ട് ഒക്കെ വേസ്റ്റ് വെള്ളത്തിലിട്ടില്ലേ? തിന്നോട്ടാ. ബാക്കി തെങ്ങിൻ്റെ അവിടെ കൊണ്ട് കളയാ. അപ്പം അവിടുന്ന് തിന്നോ. നേരത്തെ വിളിച്ചപ്പോൾ വരാതെ വന്നിക്കുക. രണ്ടാളും കൂടി അമ്മയും കാടനാട്ടാ. അതിന്റെ കുട്ടിയല്ല, ആ കാടനാ. അതിന്റെ പെങ്ങളാരെങ്കിലും അമ്മ ഉണ്ടാവുന്നല്ലോ കൊണ്ട്. ഇവന്റെ അമ്മയെ പ്രസവിച്ചതാവും. ഇവൻ കാടനാ. ചെയ്തില്ലല്ലോ അതിനെ. അതല്ല വരാണ് തുണിയുള്ളതല്ലേ. ടിഷ്യൂ പേപ്പറാ. മുളകൂട്ടുക, ഉപ്പ്, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഇപ്പോൾ അളവൊന്നും പറയുന്നില്ല കേട്ടോ. അളവൊന്നും പറയുന്നില്ല. അതൊക്കെ ആർക്കറിയാം. ഉലുവപ്പൊടി,
നമ്മൾ ഉലുവപ്പൊടി ഇടുവോ? ഉലുവപ്പൊടി ഇടും. അത് നല്ലൊരു സ്മെല്ലാണ് ഉലുവപ്പൊടി കിട്ടുക. ഇത് ഉലുവപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, മുളകും പൊടി വറുക്കാനല്ല. കരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് വറുക്കാം. കരിഞ്ഞ മുളക് കൂട്ടണ്ടേ? ഇതുപോലെ സൈഡിലിട്ടിട്ട് ഉപ്പും കുറച്ച് കായും പരിപ്പും കൂടിയിട്ടേ തേങ്ങ അരച്ചിട്ട് നമുക്ക് സാധു കറി ഉണ്ടാക്കാം. അക്ക ഇവിടെ എന്താ ചെയ്യണേ? മഞ്ഞപ്പൊടി ഇട്ട് കളി എന്നിട്ട് ഒരു വീഡിയോയില് എലിശ്ശേരി ഉണ്ടാക്കാനാ? എരിശ്ശേരി ഉണ്ടാക്കാല്ലേ? വെറുതെ തേങ്ങ അരച്ചിട്ട് അങ്ങനെ മതി. കായും കൂടിയിട്ട് വെറുതെ തേങ്ങ അരച്ചിട്ട് കടുക് കൂട്ടിയിട്ടാണ് മമ്മി. അങ്ങനെ മതി. അതാ ടേസ്റ്റ് ഒന്നും മതി. ശരി മല്ലി ജീരകവും വെളുത്തുള്ളി കറി അതൊന്നും വേണ്ട. സുഖല്ല, എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ കായ് പരിപ്പും അത് കൈൻ്റെ മുളിക്ക് വീഴും. ഉലിവ 2 മണി ഇടാ. അങ്ങനെ കല്ല അത് കുറച്ചുണ്ടാക്കണല്ലോ. മീൻകറി ഉണ്ടല്ലോ, മീൻ വറുക്കണം. കുറച്ച് മതി. ചാറ് കറി മാത്രം. കുട്ടന്മാർ എന്താ ചെയ്യണേ? പൂച്ചക്കുട്ടന്മാര്. ഹലോ. അപ്പാപ്പ എങ്ങോട്ടാ പോയേ? ഇവിടെ പനി കുറച്ചുണ്ടായിരുന്നു. അപ്പൊ ഞാനത് ചെയ്യാൻ അവിടെ തുണിയുണ്ട്. അപ്പൊ അവിടെ വൃത്തിയാക്കി വറക്കുന്നത്. നല്ല ചൂട് പരിപാടിയാണല്ലോ. ഒക്കെ ഏതാ കഴിക്കണേ? മുട്ട ബജ്ജിയാ? മുട്ട ബജ്ജി 1 ഒന്നമ്മയ്ക്ക്, ഒന്നാം മാമിക്ക് കൊണ്ടെടുത്തേ. കപ്പയുടെ കഞ്ഞിയും പരിപ്പുവടി. നല്ല കോമ്പിനേഷൻ. ചട്ടിയിൽ നിന്ന് പാത്രത്തേക്കായി മീൻ വറുത്തത്. വെളിച്ചെണ്ണ നന്നായി വാർക്കണം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ കൂടെ എണ്ണയും പോവും. വെളിച്ചെണ്ണയ്ക്ക് നല്ല ഫ്രീയുടെ സമയമാണ്. ശരിയാ. അടുത്ത് വറക്കാണെങ്കിൽ 4 മണി വറക്കണം. വറുത്തോ? വറക്കുമ്പോൾ എന്ത് ചെയ്യണം? കലത്തുന്ന വെള്ളം എടുത്താൽ വീഡിയോ എടുക്കും. മൂടി വയ്ക്കാത്ത, അല്ലെങ്കിൽ പൊട്ടി തെറിക്കും. മൂടി വെച്ചിട്ട് എടുക്കുമ്പോൾ ആവശ്യം കിട്ടാം. അപ്പം ഇനി നമ്മുടെ ഷേർട്ട് റെഡി ആയിട്ട് ഒഴിച്ചെടുക്കട്ടെ. ഇവിടെ ഓണാക്കി. ചോറായിട്ട് ചാള വെച്ചതുണ്ട്, പിന്നെ ചാള വറുത്തതുണ്ട്. അതന്നെ കറി. പിന്നെ 3 കഴിക്കുക. കറി വേണോ? മതി. ഇത് വേണ്ട. ഇങ്ങനെ
മതി. Like and subscribe. Thanks for watching.